ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആൾ വിദേശത്താണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ പുള്ളിയുടെ കൺസെപ്റ്റിലുള്ള ഒരു ജീപ്പിൻ്റെ ഐഡിയ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ജീപ്പ് കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്നും പറയുകയും അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ഞാൻ കട്ടപ്പനയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കി വന്ന ഒരു ജീപ്പ്. അപ്പോൾ ഇതിന് ബോഡിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബോഡിയാണ്. കമ്പനി 4 വീലർ വാഹനം തന്നെയാണ്. 5 ഗിയർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അതുപോലെ സീറ്റ് അപ്പോൾസറി എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. അതുപോലെ എഞ്ചിനൊക്കെ ആണെങ്കിലും ആൾട്രേഷനാണ്, നല്ല എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു അപാകതയായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഗിയർ ഷിഫ്റ്റിങ്ങിലൊരു ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഗിയർ ടോപ്പ് മാറ്റിയതാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും അതെല്ലാം സ്മൂത്ത് ആയിക്കോളും എന്നാണ് പറഞ്ഞത്. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. പെയിൻറ്റിങ്ങൊക്കെ ആണെങ്കിലും നല്ല രീതിക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ റെഡ് കളർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് അത്ര താല്പര്യമുള്ള കളറല്ല. എന്നിരുന്നാലും വണ്ടിക്ക് നമുക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. ടയറൊക്കെ കുറച്ച് മോശമാണ്. വേറെ നമുക്ക് ബോഡിയിലൊക്കെ ആണെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെയില്ല. ആകെ നമുക്ക് ബോഡിയിൽ ചെറിയ തുരുമ്പ് കണ്ടത് ഗ്ലാസ് ഫ്രെയിമിൻ്റെ ഒരു ഏരിയയിൽ മാത്രമാണ്. വണ്ടി എനിക്കും നമ്മുടെ വിദേശത്തുള്ള സബ്സ്ക്രൈബർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ എൻജിൻ നമ്പറും ചേസ് നമ്പറും ഒക്കെ RC ബുക്കുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി. വിലഭാഗം കൊണ്ട് അത്ര ഒക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരം മുന്നോട്ട് പോന്നു. ഒരു നാരങ്ങ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു വിലയിലേക്ക് അടുത്ത് വന്നു. അപ്പോൾ അങ്ങനെ വണ്ടിയും വിലഭാഗമൊക്കെ ഒത്തു വന്നതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ദിവസം വണ്ടി എടുക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു വാഹനമായിട്ട് ഈ കട്ടപ്പനയിലേക്ക് എത്തി. കട്ടപ്പനയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ വണ്ടി. അപ്പോൾ എൻ്റെ കൂടെ ആൽവിനും അമലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ഒരു KLI ജീപ്പ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പേയ്മെൻറ്റ് നമ്മൾ ചെയ്തു. അങ്ങനെ വിദേശത്തുള്ള സബ്സ്ക്രൈബർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ താക്കോല് ഏറ്റെടുത്തു. മച്ചാമാരെ, ഈ ഒരു KLI വാഹനം നമ്മുടെ ഇടുക്കിക്കാർക്ക് പ്രത്യേക ഒരു വികാരം തന്നെയാണ്. അപ്പോൾ ഒരു KLI വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് മലപ്പുറത്തുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ആൾ നിലവിൽ വിദേശത്താണ്. തിരിച്ച് ലീവിന് നാട്ടിൽ വരുമ്പോഴത്തേക്കും ആളുടെ കൺസെപ്റ്റിലുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ഒരു വാഹനം മാറ്റിയെടുക്കണം. അതാണ് നമ്മുടെ ചുമതല. മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ, ഈ ഒരു വാഹനത്തിന് ചെറിയ പാച്ച്, ഗ്ലാസ് ഫ്രെയിമിൽ ചെറിയ തുരുമ്പെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയ പാച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. ടോട്ടലി നമുക്ക് മറ്റൊരു കളറിലേക്ക് ആക്കിയെടുക്കേണ്ടതുണ്ട്. ഗ്രേ കളറിലേക്ക് ആക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് സ്റ്റാൻഡേർഡ് ലുക്കിലേക്ക് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ ചേഞ്ച് ചെയ്യണം. പിന്നെ പടുത എല്ലാം പുള്ളിയുടെ ഒരു കൺസെപ്റ്റിലുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ വണ്ടി നന്നായിട്ടൊന്ന് കഴുകി നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ആക്കി. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ് ഫ്രെയിമിലെ പാച്ച് വർക്കെല്ലാം ചെയ്ത് റെഡിയാക്കി പെയിൻറ്റ് ചെയ്യാനുള്ള പരുവത്തിലേക്ക് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് പെയിൻറ്റിങ്ങിന് ശേഷം വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് തന്നെ എത്തി ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്. എല്ലാ ബീഡിങ്ങുകളും നെറ്റ് ബോൾട്ടുകളും എല്ലാം നമുക്ക് പുതിയതാക്കാനുണ്ട്. പിന്നെ ചെറിയ മെക്കാനിക്കൽ വർക്കും ഇതിനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു. അതിനുശേഷം ഓയിൽ ചേഞ്ചുകൾ, അതുപോലെ ഫിൽറ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി. നമ്മുടെ തന്നെ മധുച്ചേട്ടനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ അപ്പോൾസറി വർക്കുകൾ, അതുപോലെ പടുത എല്ലാം ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബറുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പടുതയുടെ ഇന്നർ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും വർക്ക്ഷോപ്പിലേക്ക് വന്നു. പടുതയുടെ അളവുകളും കാര്യങ്ങളെല്ലാം അവിടെ എടുത്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ ചെറിയ വർക്കുകൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ചെയ്തതിന് ശേഷം
കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ പടുത ഇടാനായിട്ട് പോകുന്നത്. അന്നേരത്തേക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഒരു വാഹനത്തിൻ്റെ പൊല്യൂഷൻ തീർന്നിരിക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു. അതിനുശേഷം പടുത ഇടാനായിട്ട് വന്നു. ഈ ഒരു പടുതയ്ക്ക് ഈ ഒരു സോഫ്റ്റ് ടോപ്പിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പടുത എന്നാണ് പറയുന്നത്, മറ്റു പല നാട്ടിലും പല രീതിക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണേലും ഇതൊരു താർ ടോപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പടുതയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ബ്ലാക്ക് കളർ വരുന്നതാണ്. സാധാരണ CRD താറിലൊക്കെ വരുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്. അതുപോലെ സീറ്റ് കവറുകളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡിലേക്കാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയിൽ കുറേ ഫാൻസി ആയിട്ട് ക്രോമിയം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ അതേ ഒരു ലുക്കിലേക്ക് നമുക്ക് ഈ ഒരു വാഹനം റെഡിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് സർവീസ് ചെയ്തു. അതിനുശേഷം ഗ്രീസ് അടിക്കാനായിട്ട് വന്നു. ഇനി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സബ്സ്ക്രൈബർ 2 ദിവസമായിട്ട് നാട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആളുടെ വീട്ടിലേക്ക് നമ്മുടെ ഈ ഒരു വാഹനം ഡെലിവറി ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ 2 ദിവസമായിട്ട് ഈ ഒരു വാഹനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആയതൊന്നും നമ്മൾ വകവെക്കുന്നില്ല, നേരെ തന്നെ മലപ്പുറത്തേക്ക് പോവാണ്. നമ്മുടെ ഒരു വാഹനം കൂടി എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് തിരിച്ചു വരാനായിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ടി കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മളൊരു വാഹനം മൂവാറ്റുപുഴയിൽ പാർക്ക് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ മലപ്പുറത്തേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല രീതിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇതിൻ്റെ യഥാർത്ഥ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മഴയൊന്നും വകവെക്കാതെ വിട്ടടിച്ച് പോവുകയാണ്. ചമ്രവട്ടം പാലമൊക്കെ കയറിയിട്ടാണ് ഈ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ 2 മണി സമയത്താണ് നമ്മൾ ഇതിലെ ക്രോസ് ചെയ്ത് പോകുന്നത്. ആ സമയത്തും ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ ചൂണ്ടയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വരവും കാത്ത് ഗേറ്റിൽ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മളവിടെ കണ്ടു. അദ്ദേഹമാണ് ഈ ഒരു വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളെ തിരിച്ച് ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ആൾ വണ്ടി എടുത്തു. 15 വർഷത്തിന് ശേഷമാണ് ജീപ്പ് ഓടിക്കുന്നതെന്നാണ് പറഞ്ഞത്. വാഹനം കണ്ട് ഓടിച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഹാപ്പിയായി ആൾ. അപ്പോൾ അങ്ങനെ വളരെ നേരം കാത്തു നിന്ന് ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷമാണ് ആൾ മടങ്ങിയത്. രാജേഷ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ആളെനിക്ക് സർപ്രൈസായിട്ട് കുറേ ഗിഫ്റ്റുകളെല്ലാം പാക്ക് ചെയ്താണ് വിദേശത്തു നിന്ന് വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ആളുകൾക്കെല്ലാം ഉള്ള സാധനങ്ങൾ ആ പാക്കറ്റിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.